കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ എഡിറ്റിംഗ് ആപ്പിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. എന്ത് എഡിറ്റിംഗ് ആണെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? സിനിമാഗ്രാഫ്സ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ആപ്പാണ്. സിനിമാഗ്രാഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫോട്ടോസിനെയും വീഡിയോസിനെയും മിക്സ് ചെയ്യുന്ന ഒരു സംഭവമാണ് സിനിമാഗ്രാഫ്സ്. അതായത് നമ്മൾ എടുക്കുന്ന ഫോട്ടോയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വീഡിയോസിന്, ഈ ആപ്പ് ഉപയോഗിച്ചെടുക്കുന്ന വീഡിയോസിനെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ആ ഒരു ഫോട്ടോന്റെ ചില ഭാഗങ്ങൾ മാത്രം നമുക്ക് മൂവിങ് കൊടുക്കാനും മോഷൻ കൊടുക്കാനും മറ്റു ചില ഭാഗങ്ങൾ സ്റ്റെക്കായി ഇങ്ങനെ പോസ് ചെയ്ത് അനങ്ങാടെ വെക്കാനും പറ്റുന്ന അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ് സിനിമാഗ്രാഫ്. അങ്ങനെ നമ്മൾ എടുക്കുന്നതിന് സിനിമാഗ്രാഫ്സ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കിഡിലൻ ആപ്പിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. മാത്രമല്ല ട്രൈപോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാമറയിലൊക്കെ എടുക്കുക അല്ലെ, ഇങ്ങനെ അനങ്ങുമോ എന്നൊക്കെ ഉള്ളൊരു പേടി. അപ്പോൾ നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഷേക്ക് ആവും. പക്ഷെ ഇതിലെടുക്കുന്ന വീഡിയോസ് എന്താ പറയുക, കുറച്ചുകൂടി നല്ല ഒരു ട്രൈപോഡ് ഇനി വേണ്ട, അങ്ങനെ എടുക്കുന്നതിന് ഒരു സ്റ്റെബിലൈസേഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫോട്ടോസിന് ലൈഫ് കൊടുക്കണം അല്ലെങ്കിൽ മാജിക് ഫോട്ടോസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഈ ആപ്പിനെ കുറിച്ച് ബാക്കി കാര്യങ്ങൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ഫോട്ടോസിനെല്ലാം ഇനി ഒരു പുതിയൊരു ജീവൻ കൊടുക്കാൻ അല്ലെങ്കിൽ സിനിമാഗ്രാഫ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഈ ആപ്പിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ ലൂപ്സി എന്നാണ്. ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ലൂപ്സി LOOPSIE അങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് കാണാൻ വേണ്ടി പറ്റും. ലൂപ്സി സിനിമാഗ്രാഫ് ലിവിംഗ് ഫോട്ടോ എന്നാണ്. ശരിക്കും നമ്മൾ എടുക്കുന്ന ഫോട്ടോസിന് ഒരു ലൈഫ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിലെടുക്കുന്ന ഫോട്ടോസ് എങ്ങനെയാണ്, വീഡിയോസ് എങ്ങനെയാണെന്നുള്ളത് ഇനി കാണിച്ചു തരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പ്ലേ സ്റ്റോറിൽ ലൂപ്സി എടുത്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പം ഞങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഇനി ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരിട്ട് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആണ് കിട്ടുക. ഇൻ്റർഫേസ് അല്ല, ഇവിടെ നിന്നാണ് നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോണത്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേക്ക് എ ഷോർട്ട് വീഡിയോ. നമ്മുടെ ഫോൺ ഇങ്ങനെ എവിടെയെങ്കിലും ഫോൺ സ്റ്റില്ലാക്കി വെച്ച് ആദ്യം ഒരു വീഡിയോ എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം തന്നെ വീഡിയോ എടുക്കുകയാണ് ചെയ്യേണ്ടത്. വീഡിയോ എടുക്കുന്ന സമയത്ത് താഴെയുള്ള ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. താഴത്തെ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി. വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. അതിനുശേഷം ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു ഭാഗത്ത് കാണാം കംപ്ലീറ്റഡ്, ടാപ്പ് ടു ബിഗിൻ. ആ ഭാഗത്ത് പ്രസ് ചെയ്യുക. ജസ്റ്റ് കൈ വേവ് ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി എന്താ ചെയ്യാൻ പോണേ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നമ്മുടെ ഈ ആപ്പിൽ എങ്ങനെ സിനിമാഗ്രാഫ് ആക്കി മാറ്റാമെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഏതൊക്കെ ഭാഗമാണോ പ്രസ് ചെയ്യുന്നത് അത്രയും ഭാഗം മൂവ് ചെയ്യും. നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് മൂവാണോ അതിനുണ്ടായിരുന്നത് ആ ഒരു മോഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ ഭാഗമാണ് മോഷൻ കൊടുക്കേണ്ടത് ആ ഭാഗം നിങ്ങൾ കൈകൊണ്ട് ആനിമേറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളെല്ലാം അടയാളപ്പെടുത്തുക. ഇത്രയും ഭാഗമാണ് മൂവ് ചെയ്യേണ്ടത്. ഓൾറെഡി എന്ത് മോഷനാണോ നിങ്ങൾ കൊടുത്ത ആ ഒരു ചലനം അവിടെ ഏത് ഭാഗത്താണ് വരേണ്ടത് വെച്ചാൽ ഓക്കെ ആക്കി കൊടുക്കുക. ആനിമേഷൻ കൊടുക്കേണ്ട അത്രയും ഭാഗം നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് പ്രസ് ചെയ്യാം. ഇപ്പം നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഷെയർ ചെയ്യാനും ഫോണിലേക്ക് സേവ് ചെയ്ത് വെക്കാനും വാട്സപ്പ്, ഫേസ്ബുക്ക് വഴി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാനും ഒക്കെ പറ്റും. ഡൗൺലോഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സിനിമാഗ്രാഫ്സിനെല്ലാം തന്നെ വാട്ടർമാർക്ക് ഉണ്ടാവും ലൂപ്സിൻ്റെത്. അത് റിമൂവ് ചെയ്യണമെങ്കിൽ പ്രീമിയം വേർഷൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. താഴെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്, അവിടെ പ്രസ് ചെയ്യാം. വീഡിയോ സേവ്ഡ് ഇൻ യുവർ ഗാലറി ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോഴേക്കും വീഡിയോ സേവ് ആയിട്ടുണ്ടാവും. ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഡയറക്റ്റ് വാട്സപ്പിലേക്കും ഫേസ്ബുക്കിലേക്കും ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ആ വീഡിയോ നമ്മുടെ ഗാലറിയിൽ വന്നിട്ടുണ്ടാവും. വീഡിയോസ് എന്ന ഓപ്ഷനിൽ അത് വന്നിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് പ്ലേ ചെയ്ത് കാണാൻ വേണ്ടി സാധിക്കും. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള സിനിമാഗ്രാഫ്സ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൈ വെച്ചെടുത്ത് ആ റെയിൻ ഡ്രോപ്സ് വീഴുന്നതിൻ്റെ മാത്രം മോഷൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഭംഗിയുള്ള വേറെ എന്തെങ്കിലും ചലിക്കുന്ന സാധനങ്ങളുടെ മുന്നിൽ പോയിട്ട് സ്റ്റില്ലായി നിന്നിട്ട് അങ്ങനെ പല രീതിയിൽ നമുക്ക് സിനിമാഗ്രാഫ്സ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഇതൊരു കിഡിലൻ ആപ്പാണ്. നല്ല ഐഡിയ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആപ്പ് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ വേറൊരു ഫീച്ചറിനെ കുറിച്ച് പറയാൻ പറ്റുമോ, നിങ്ങൾക്ക് റീ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്ത് വെച്ച് ആദ്യം നിങ്ങൾ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന
ഫസ്റ്റ് എഡിറ്റ് ഉണ്ടല്ലോ, ഈ സംഭവം നിങ്ങൾക്ക് തോന്നുകയാണ് ഷോ ഇങ്ങനെയല്ലായിരുന്നു, ഈ ഭാഗം വേണ്ടായിരുന്നു, മറ്റേ ഭാഗമാണ് മൂവ് ചെയ്യേണ്ടത്, ഇവിടെ സ്റ്റക്ക് ആക്കണ്ടായിരുന്നു, ഇവിടെ ഒന്ന് മോഷൻ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിലൊക്കെ, അപ്പം നിങ്ങൾക്ക് റീ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. ഈ വീഡിയോ, ഈ ഒരു ഇൻഫർമേഷൻ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇത്തരം ക്രേസി ഐഡിയാസ്, ക്രേസി ആപ്സ്, ടെക് ലോകത്തെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ കാണാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ നാളെ കാണുന്നത് വരെ ബൈ.